വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഭർത്താവിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി പെട്ടെന്നുള്ള ഒരു പ്ലാനായിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറി തലേ ദിവസം ഏകദേശം ഒരു 3 മണി ആ സമയത്താണ് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ പോയിരുന്നത്. റിലയൻസ് ട്രെൻഡ്സിലായിരുന്നു, വീട്ടിൻ്റെ തൊട്ടടുത്താണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പുള്ളി ഇല്ലാതെ ഇങ്ങനെ ഒരു പർച്ചേസിനൊക്കെ പോകുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട്. കുഞ്ഞുവിനെ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടില്ല, കാരണം കുഞ്ഞും കൂടി ഉണ്ടെങ്കിൽ ഇവന്മാർ ഒരു രക്ഷയുണ്ടാവില്ല, ഭയങ്കര ഓട്ടമായിരിക്കും, പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനും പറ്റത്തില്ല. കുഞ്ഞു ഇല്ലാഞ്ഞിട്ട് തന്നെ രണ്ടുപേരും അന്യായ ഓട്ടമായിരുന്നു. പിന്നെ ആദ്യം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആദ്യമോട് ഞാൻ ലിഫ്റ്റ് വെച്ച് പറയുന്നതിൽ സംഭവം കൊള്ളാം, നല്ല രസമുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കുക, പ്ലാൻ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക, റിസ്ക് എടുക്കുക എന്നുള്ളതൊക്കെ നമുക്കിതിന് സ്ഥിരമാക്കുക എന്നൊക്കെ ഞാനിങ്ങനെ അവനോട് പറയുമായിരുന്നു. കാണിക്കണ ഷർട്ട് ഇത് എന്റെ സെലക്ഷൻ, ഇത് മമ്മിയുടെ സെലക്ഷൻ. കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തേ പറ്റുള്ളൂ, നിർബന്ധമാണ്. അത് അവരുടെ ഒരു അവകാശം പോലെയാണ് കാണിക്കുന്നത്. പിന്നെ കുഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടിരുന്നു. അവനെ വീട്ടിലാക്കിയപ്പം അവനും അവൻ്റെ കൂട്ടുകാരനും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ചോറൊന്നും കഴിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ഞാൻ ക്ഷീണം കൊണ്ട് കിടക്കുകയായിരുന്നു. ആദ്യം എക്സാം കഴിഞ്ഞ് വന്നു, അപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം ഒരു ചായ കുടിക്കാൻ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാമെന്ന് കരുതി തൊട്ടടുത്തുള്ള കടയിൽ കയറി. പിന്നെ ഞങ്ങൾ പ്ലാനിങ് ആയിരുന്നു, എന്ത് പറഞ്ഞ് പുള്ളീനെ നേരത്തെ വീട്ടിലെത്തിക്കാം, ഞങ്ങൾ പറയുന്ന കാര്യം ഏക്കോ ചീറ്റിപ്പോവോ, കാരണം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കളക്ടറുകൾ പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പുള്ളിക്ക് നല്ല കഴിവാണ്. അപ്പം ഞങ്ങളുടെ പ്ലാനിങ് ഏറ്റവും ഇല്ലയോ എന്നറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണൂ കേട്ടോ. അപ്പം നമ്മളൊരു സർപ്രൈസ് കൊടുക്കുകയാണ്. ശരിക്കും ഞാനാണ് കൊടുക്കേണ്ടവർക്കും, പക്ഷേ എൻ്റെ പൈസ അല്ല, അത് ആദ്യം പറഞ്ഞ ഐഡിയ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കുഞ്ഞുവിനെ കൊണ്ടുപോയില്ല, കുഞ്ഞു പുറത്തുണ്ട്. കുഞ്ഞുവിനെ ഞങ്ങൾ പോയി വന്നിട്ടാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. ഞങ്ങൾക്കെല്ലാം പിന്നെ പെട്ടെന്ന്, ഞങ്ങളുടെ വീഡിയോയിൽ എപ്പോഴും അതെ, പ്ലാൻഡ് അല്ല, പെട്ടെന്നാണ്. അല്ല, സത്യമാണത്, അത് അങ്ങനെയാണ്. അങ്ങനെ വേണം. എന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഒരുങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കാം, അങ്ങനെയായിരുന്നു എല്ലാ ബ്ലോഗ്സുകളും മോസ്റ്റ്ലി വരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ പ്ലാൻഡ് ആയിട്ടൊക്കെ വീഡിയോസ് എടുക്കുന്നതായിരിക്കില്ല, അത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊക്കെ എടുക്കുന്നത്. പക്ഷേ ഇതായിരിക്കും രസം. ഞങ്ങൾ കുഞ്ഞുവിനെ വേറൊരു കുട്ടിയുടെ അടുത്ത് ഏൽപ്പിച്ചു. ഒരു വീട്ടിലല്ല, അവൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരനോട് പറഞ്ഞു അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിരുത്തണം എന്ന് പറഞ്ഞു. അവൻ ട്യൂഷൻ പോകുന്ന സ്ഥലത്ത്. അങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഇവരെയും കൊണ്ട് പോയിട്ട് അതായത് പുള്ളിയോട് അവൻ പറയും, വരുമ്പോഴേ പറയും, പപ്പാ മമ്മി വന്നോ, പുറത്തുണ്ട്, ഞങ്ങളിപ്പോൾ അപ്പോൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഇനിയിപ്പോൾ പുള്ളീനെ നേരത്തെ എത്തിക്കണം, കാരണം ഞങ്ങൾ എടുത്ത ഷർട്ടിൻ്റെ സൈസ് കറക്റ്റാണോ എന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളീനെയും കൊണ്ട് പോയിട്ട് മാറ്റണം. അപ്പം ഈ ഓഫറിലെടുത്തിരിക്കുന്നു കേട്ടോ പാവങ്ങൾ. ഓഫർ കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ അങ്ങനെയാണ്. ഓഫർ കഴിഞ്ഞാൽ കോവിഡിന് ശേഷം അങ്ങനെയാണ്. ഓഫർ കഴിഞ്ഞാൽ അപ്പോൾ വരാം, ഞങ്ങളൊരു വീഡിയോ എടുക്കട്ടെ, ഇപ്പോൾ വരാം, അവിടെ ഇരിക്ക്, ഞാൻ ഇപ്പോൾ വരാം. അപ്പം നാളെ ചിലപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞ സംഭവം മനസ്സിലായല്ലോ, അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നാളേക്ക് ഓഫർ ഉണ്ട്, ബട്ട് ചിലപ്പോൾ ഇപ്പം നമ്മൾ എടുത്തത് എൻഡായ നാളെ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പം ഇന്ന് രാത്രി 9:30 പോയി ചെയ്യണം. പക്ഷെ പുള്ളി എത്തുന്നത് 9:30 10 ഒക്കെ ആവും. അപ്പം ഇന്ന് 9:30 അല്ലെങ്കിൽ 9 o'clock ഇവിടെ ആളെ എത്തിക്കണം. എങ്ങനെ എത്തിക്കും? അപ്പം ആദ്യം പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്നൊക്കെ എന്തെങ്കിലും പ്ലാന്. ഇപ്പം ഞാൻ ബിരിയാണി വെക്കാണ്. ബിരിയാണി വെക്കാൻ എൻ്റെ അത് വലിയൊരു കാര്യം തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബിരിയാണി നീ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ ഞങ്ങൾ പുറത്തിരിക്കുമ്പോൾ പുള്ളി വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞാൽ ഇവൻ കടയിൽ വന്നു എന്ന് പറഞ്ഞാൽ പപ്സ് മേടിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിരിയാണി വെക്കുന്നുണ്ട്, അപ്പം മമ്മീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നീ മോൻ്റെ നേരെ പിടിക്കാതെ മമ്മീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. മമ്മി ബിരിയാണി വെക്കേണ്ട സർപ്രൈസ് ആയിട്ട്. അപ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ട് 8 to 9, എനിക്ക് ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ടയേർഡാവില്ല, നമുക്ക് പോയി ഹെൽപ്പ് ചെയ്യാൻ. നീ വിളിച്ചുകൊണ്ട് വരാം, പറ്റുമെങ്കിൽ പപ്പയുടെ ഫോൺ കയ്യിൽ വാങ്ങി വെറുതെ റെക്കോർഡ് നോക്കാം, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തണം. പിന്നെ സംഭവം കൊടുക്കുമ്പോൾ ആളുടെ എക്സ്പ്രഷൻ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാൽ എടുക്കാം, നോക്കാം, മാക്സിമം നോക്കാം. പിന്നെ 17 വർഷത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ ഈ ഒരു വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ അല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സർപ്രൈസ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാറുണ്ട്, പണ്ടും കൊടുക്കാറുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ കുറേ നാൾ ജോലിയും കൂലിയും മേലെ അങ്ങനെയാണ്. അല്ലാണ്ട് ഇങ്ങനെ അറിയാതെ മേടിച്ച് കൊടുത്ത സംഭവം ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം. അത് ആദ്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എക്സാം എഴുതുന്ന സമയത്ത് പെട്ടെന്ന് ആലോചിച്ചു ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്താലോ എന്ന്.
എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഇത് നമുക്ക് തുടർച്ചയാകാൻ പറ്റട്ടെ. നല്ല നല്ല വലിയ വലിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഒരു കുഞ്ഞ് ഗിഫ്റ്റ്, ചെറിയ ഗിഫ്റ്റ്, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്കും എൻ്റെ ബഡ്ജറ്റിനൊക്കെ ഒതുങ്ങുന്ന ചെറിയ ഗിഫ്റ്റ്. കാരണം കുറേ കടമകളൊക്കെ ഉണ്ട് എനിക്ക്. പഠിക്കുന്നുണ്ട് 3 കോഴ്സ്, അപ്പോൾ അതിൻ്റെ ഫീസ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ബഡ്ജറ്റിന് ഉറങ്ങുന്ന വളരെ ചെറിയ ഗിഫ്റ്റാണ്. പക്ഷേ ഇത് ഇപ്പം മേടിച്ചില്ല, പിന്നെ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ എടുത്തിരുന്നു. അപ്പം മൊത്തത്തിലുള്ള ഔട്ട്ഫിറ്റ് എൻ്റെ ഗിഫ്റ്റ് ആയിരിക്കും നാളെ പുള്ളി എല്ലാം ഇടുന്നത്. അത് ഈ ഷർട്ട് മാറ്റി കിട്ടിയാൽ അപ്പം അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. യെസ്, ബൈ 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 ബൈ. ഇനി രാത്രി നോക്കാം, വീഡിയോ മാക്സിമം കവർ ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ ഓഫീസിലെത്തിയിട്ടുണ്ട് പപ്പനെ വിളിക്കാനായിട്ട്. ആളൊരു മീറ്റിങ്ങിലായിരുന്നു. പെട്ടെന്ന് പപ്പയോട് പറഞ്ഞിട്ട് പോവാ, ഇങ്ങനെ വീട്ടിൽ പോകണം, ബിരിയാണി ഉണ്ടാക്കേണ്ട മമ്മി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് പുറത്ത് ഇറക്കിയെന്നല്ല, ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഓഫീസിലുണ്ട്. ഞാനിപ്പോൾ ഓഫീസിനകത്താണ്, കണ്ടോന്ന് പറയാം, നമ്മുടെ ഓഫീസിനകത്താണ്, ഉള്ളിലുണ്ട്. ബിരിയാണി കഴിക്കുന്നുണ്ട്, അല്ലേ ബിരിയാണി ഉണ്ടാക്കണ്ടേ? അല്ല, വീട്ടിലുണ്ടാക്കണ ബിരിയാണി അല്ലേ സുഖം. നമ്മൾ ഹെൽപ്പ് ചെയ്യാം, മനസ്സിലായ? പൊളിക്ക് നമ്മൾ വെറുതെ ആദ്യം സെറ്റാകാം. അവിടെ എത്തിയിട്ടുണ്ട്. സമയം 9:15. 9:30 കട ഉണ്ടാക്കണം. ബിരിയാണി ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി വെച്ചൊരു വെറൈറ്റി ആവട്ടാ. വാ ഉണ്ടാക്കാം, അടുക്കള കയറിക്കോ. മീനല്ല, ബിരിയാണി ഒക്കെ സാധനങ്ങൾ വാങ്ങി ഞങ്ങളൊന്ന് കടയിൽ പോയിട്ട്. സത്യം, തള്ളല്ല, ബിരിയാണി വെക്കാൻ പോവാ. എടാ ബിരിയാണി വെക്കാതെ, ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അവരുടെ കണ്ടിട്ട് സർപ്രൈസ് എന്താവാത്ത. നീ നോക്ക്, ട്രൈ ചെയ്യില്ലെങ്കിൽ ഇപ്പൊ പോണം, അല്ലെങ്കിൽ നാളെ ഓഫർ ഇതാവും. അതൊക്കെ നീ ഇന്ന് നോക്കി ഇട്ട് വെക്ക് വേഗം വേഗം. ആദ്യം പറഞ്ഞോണ്ട് ഞാൻ ചെയ്തത്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ സർപ്രൈസ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണത്. എങ്ങനെയുണ്ട്? ശരി, വേഗം ട്രൈ ചെയ്യില്ലെങ്കിൽ പോയിട്ട് മാറ്റണം. അവർ പറഞ്ഞു മാറ്റണം, ഇന്നലെ മാക്സിമം ചെയ്യണം, അല്ലെങ്കിൽ ഓഫർ ചേഞ്ച് ആവുന്നു. ഓഫർ വളരെ 1000 സംതിങ് ഇല്ലേ? അതിലെത്ര 1000 എത്ര ഉണ്ടല്ലോ? 2000 സംതിങ് ഉണ്ട് ഓഫറിൽ എടുത്തത്. അതും 1000 സംതിങ് ഉണ്ട്. പറ്റില്ലേ? ടാഗ് പൊട്ടിക്കരുത്. എൻ്റെ ഫിറ്റ്നസ് ട്രെയിനറുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞ് നടക്ക് വയറും വെച്ചോണ്ട് ഒട്ടിക്ക്. അത് പറയണല്ലോ. സർപ്രൈസ് ആയില്ല, സർപ്രൈസ്. ഞങ്ങൾക്ക് വേറെ എന്തിനാ ഐഡിയ? നീ വിളിച്ചില്ലേ? എവിടെ വെച്ചു? വൈകുന്നേരം വിളിച്ചില്ലേ? ഞങ്ങളപ്പോ ചായ കുടിക്കാൻ ഇരിക്കുന്നത് കടയിൽ, ചക്കരപ്പറമ്പ്. ഓ, ആദ്യമാണ് ഇതിന്റെ കാരണക്കാരൻ, എന്നെ മോട്ടിവേറ്റ് ചെയ്തവൻ. കുഴപ്പമില്ലല്ലോ. കാർഡ് ഫിറ്റിങ്ങാ ഇനി എടുത്ത? ഇല്ല. അത് ഇവര് ക്രിസ്മസ് ഫണ്ട് ഇട്ടതാ. പോയി നോക്ക്. അടുത്ത ഇത് വരുതാ, മാറ്റണ്ട അല്ലേ? അപ്പം അതും ഒഴിവായി. അങ്ങോട്ട് സക്സസ്. നിന്റെ പ്ലാൻ വിജയിച്ചിരിക്കുന്നു മകനെ. അത് കുഴപ്പമില്ല, ഇച്ചിരി ഇറക്കമുണ്ട്. സാരാണ്. അപ്പൊ സർപ്രൈസ് ആയ സർപ്രൈസ് അയ്യാ എനിക്ക് വയ്യ. ഇടില്ലല്ല,
ആയിട്ടില്ല. ആ നേരത്തെ ക്ലാസ് നിർത്തി കാണാൻ. താങ്ക് യു. കുഞ്ഞ് പഠിച്ചു പോയിട്ട് എനിക്ക് പയ്യ. ഇന്ന് മോറൽ സയൻസ് ആയിരുന്നില്ല, ഇന്നത് ജി കെ ഒന്ന് പറഞ്ഞില്ലേ? ഓ സുകുമാരി പൊളിച്ചല്ലോ, കളറായല്ലോ മൊത്തം പുതിയായിട്ട്. ഓ സുകുമാരി. താടി ഇറക്കണ്ടേ? താടി നരച്ചില്ലേ? അധികം വൈകണ്ട തന്നെ അടുത്ത വേറൊരു സർപ്രൈസ്. എന്ത്? ആദ്യം എന്താ പറഞ്ഞ? എങ്ങനെ മനസ്സിലായോ ഇത് സംഭവം എന്തെങ്കിലും? ഞാനവിടെ അനിക്കേന്റെ റൂമില് ഓഫീസില്. അപ്പൊ ഇവരെ ഞാൻ കണ്ടില്ല. എനിക്ക് ഫോളോ ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇതിനോട് പെട്ടെന്ന് ആദ്യം വെച്ച ഷർട്ട് ഇടണമെന്ന് പറഞ്ഞത്. അപ്പൊ നീ പറഞ്ഞേ ഞാൻ പറയേ. സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ബിരിയാണി ഉണ്ടാക്കുന്നു. ബിരിയാണി ഈ രാത്രിയാ പോരെ? ബിരിയാണിന്റെ ആവശ്യം ശരി. നമ്മൾ ഈ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ബിരിയാണി. അപ്പൊ ഈ സാധനങ്ങളൊക്കെ മേടിച്ചാ മമ്മി കാശ് തന്നെ മേടിച്ചു. എത്ര രൂപയെന്ന് വെച്ചപ്പോ അവൻ എന്നോട്ട് ആലോചിക്കണേ. എന്ത് ബിരിയാണി ചോദിച്ചപ്പോ ചിക്കൻ മേടിച്ചു. ചിക്കൻ ഇപ്പൊ എന്താ വില? 250 രൂപ തോന്നുന്നത്. അപ്പൊ നീ മേടിച്ചില്ല? മീൻ ഉണ്ടായിരുന്നു വീട്ടിൽ. മീനൊക്കെ മീൻ പൊരിച്ചില്ലേ? അപ്പൊ ഇല്ല, മീൻ ഉള്ളിൽ പൊരിച്ചിട്ട് മീനുണ്ട് കുറച്ചുകൂടെ. മീൻ പൊരിച്ചില്ല. അപ്പൊ അവൻ പറഞ്ഞു പൊരിച്ചതിനെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാതെ ബിരിയാണി ഉണ്ടാ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, വേറെ എന്തോ സംഭവമാണ്. പക്ഷെ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒന്നും ബിരിയാണിയുടെ മണമൊന്നുമില്ല. ബിരിയാണി അല്ല, വീട്ടിലൊക്കെ നല്ല നീറ്റായിട്ട് ബിരിയാണി വെച്ചിട്ടില്ല. അപ്പൊ ഉണ്ടാ കാര്യം. അപ്പൊ ഭരണ ഒരു സർപ്രൈസ് കൊണ്ട് ഒരാളെ കമറൊന്നും നോക്കിയിട്ടുള്ള ഒരു ഭാര്യ. അങ്ങനെ ഇതോടുകൂടി ഈ വർഷത്തെ സ്റ്റോറി ടെല്ലിങ് അവസാനിച്ചിരിക്കുന്നു. അവനും കൂടെ പറഞ്ഞാൽ അവനാണ് ഐഡിയ പറഞ്ഞ് താങ്ക് യു പറ. അവനും കൂടെ അവനാണ് എന്നെ അവൻ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ബോധം കെട്ടിടന്ന് ഉറങ്ങായിരുന്നു. വയ്യാത്ത ക്ഷീണം കാരണം കിടക്കായിരുന്നു. ഓക്കെ, അപ്പം ബൈ. യെസ്, അല്ല എല്ലാ ഗിഫ്റ്റും നമ്മൾ ഒന്നിച്ചു പോയല്ലേ മേടിക്കണേ. അതാണ് ഇത് അറിയാതെ സർപ്രൈസ്. സർപ്രൈസ്. ഇതാണ് എനിക്ക് പുള്ളി തന്ന ഗിഫ്റ്റ്. 3 കുർത്തീസാണ്. പാരീസിൽ നിന്നാണ് എടുത്തത്. നൈസ്.